ഞാൻ സൺസ്ക്രീൻ ഇട്ടില്ല. ഇപ്പൊ ഡൈ ചെയ്തത് കാണി ഞാൻ ചെറുപ്പക്കാരൻ്റെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനല്ലേ വെൽക്കം എന്ന് പറഞ്ഞാല് സ്വാഗതം അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞാണ് തെറ്റും ചിലപ്പോ ശരിയാവും. അപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യാ, ശരിമാതിരിയായിട്ടൊന്ന് കണ്ണടിക്കാം. അപ്പൊ അങ്ങോട്ട് മാറിക്കോളും. നമ്മൾ ഇന്നൊരു കല്യാണ പരിപാടി, സായിലാന്റെ കുടുംബത്തിലൊരു കല്യാണത്തിന് പോകുന്നു. എന്താ ആരുമില്ല, മൂന്നാളുള്ളൂ. സെലിബ്രിറ്റി ബാക്കിലായിരിക്കുന്നത് മുതലാളി. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊടുക്കാണ്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ? കൂട്ടുകാരായ കൂട്ടുകാരെ ഡോറമൂജിയിലെ വരണായിരുന്നല്ലോ. നമ്മള് വ്ളോഗ് കാണുന്നത് നമ്മളെ കൂട്ടുകാരാണ്. അപ്പൊ അവരോട് നമ്മൾ അവരെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോഴേ നമ്മക്ക് മനസ്സ് തൃപ്തിയാവുള്ളൂ അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അതിനാണെന്ന് നമ്മൾ വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ആവണം. സീറ്റ് വലിച്ചിട്ടാളി, സീറ്റ് വലിച്ച് ഇടണം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ കൂടെ ആദ്യമായിട്ട് നിൽക്കണ്ടല്ല. ആദ്യമായിട്ട് വലിച്ചിട്ടുണ്ടല്ലേ പറയല്. സീറ്റ് വലിച്ചിട്ട് കൊല നോക്കാം. അന്നെ ആദ്യമായിട്ട് ഇടുന്നേക്ക് ഇന്നെ എന്റെ കുറ്റം പറഞ്ഞേക്കാ. ഇത്രയും കാലമായിട്ട് ഇടാന്ന് വെച്ചെന്നൊക്കെ പറഞ്ഞു. അത് ചോദിച്ചിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുണ്ട് ഇങ്ങനെ. ഞാനിപ്പോ ഒരു കയ്യില് ക്യാമറ ഉണ്ട്. അങ്ങനെ തന്നെ എനിക്കും വരല്ലേ. മനസ്സിലാക്കണം. എന്റെ കയ്യില് ക്യാമറ ഉണ്ടായിട്ടില്ല. ഇപ്പോഴല്ല, ക്യാമറയിലേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവും. എന്തായിരുന്നു? ഇപ്പൊ എങ്ങനെയുണ്ട്? കപ്പലോ അവ ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനത്തെ ഓരോ അവസരങ്ങളൊക്കെ കിട്ടുമ്പോ അത് മുതലെടുക്കണം അല്ലേ? ഇന്ന് കല്യാണത്തിന് പോകുമ്പോണ്ടല്ലോ ഒരാൾക്ക് ഭയങ്കര ഇളിച്ചിരിതാ. ഈ മുഖം കണ്ടോ? ഇളിച്ചിന്റെ മൂത്താപ്പാണ്. നേരം വൈകി. എവിടെ നേരം? കല്യാണത്തിന് സാധാരണ ഇപ്പോഴും ഞാൻ പറ്റു പറഞ്ഞില്ല. കണ്ട ഇവിടെ കണ്ടോളിതാ. ഒരാള് വാച്ച് ഒന്ന് നിന്റെ സമയം നോക്കാനും ഒന്ന് നിന്റെ ശത്രുക്കളുടെ സമയം നോക്കാനും ഒരാള് വാച്ച് കെട്ടിയതാണ്. ഇത് കണ്ടില്ലേ? 2 വാച്ച്. എങ്ങനെയുണ്ട്? അത് ആദ്യം എടുത്തിട്ട് കൈമലിങ്ങനെ കാണൂലേ? ഞാൻ പറഞ്ഞു, ഞാൻ പച്ചിനോട് അതിനെ പറ്റി പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കി എങ്ങനെയുണ്ട് മറക്കണോ അന്നേരം ഞാൻ പറഞ്ഞു. എങ്ങനെ തരാ? ആ 2 വാച്ച് കെട്ടിയത് മറന്നാ മതിയെന്ന്. എന്ന മാതിരി തന്നെ മറന്നുപോയി. 2 കൈമല് ഒന്ന് കെട്ടിട്ട് ഞാൻ അങ്ങനെ ഷർട്ടടക്കേനി. ഷർട്ട് കെട്ടി വെച്ച പിന്നെ ഈ വാച്ച് കണ്ടപ്പോ എടുത്തിട്ട് പോയി. എന്നോട് പറയണേ എപ്പൊ അത് കണ്ട് എന്നെ കണ്ടിട്ട് എന്താ തോന്നലുണ്ടാന്ന്. ഞാൻ പറഞ്ഞ എന്നെ കണ്ടിട്ട് ഒന്നും തോന്നില്ല. അപ്പോളെ കൈമ നോക്കി 2 വാച്ച് 2 കൈമ കെട്ടി. അതാണ് പറഞ്ഞേ, കിളി പോയതാണെന്ന്. എന്തിനാ കിളി പോയത് എന്നുള്ള ഓനോട് തന്നെ ചോദിച്ചു നോക്കി. അവിടെ പരിപാടിക്ക് വിളിച്ചാലോ നിങ്ങക്ക് അന്നില്ലാത്ത കച്ചവടം, അന്നില്ലാത്ത കച്ചവടം തിരക്ക് പോട്ടെ. അത് വേറെ കാര്യം. നമ്മൾ അന്നാണ്, അത് നമ്മൾ വലിയാറില്ല. രണ്ടാമത്തെ പേരത്തെ പണി. അന്നൊരു ദിവസം എടുക്കാത്തൊക്കെ ഇന്ന് അലക്കേണ്ട ഒരാവശ്യമില്ല. മമ്മൂട്ടിയായിട്ട് അലക്കാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നാളെ ഇട്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഇന്നെ വലിയ മമ്മൂട്ടി അലക്കും. അപ്പൊ ഒരു മിനിറ്റ് വീഡിയോയിലേക്ക് ഇപ്പൊ വരാം. അപ്പൊ ചാളാരി കഴിഞ്ഞിങ്ങനെ പോവാ. ഹൈവമ്മക്ക് കയറണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പൊ ഹൈവമ്മക്ക് കയറിപ്പോ അതിനോട് കയറേണ്ട ആവശ്യമില്ല. അതിനോട് കയറി തന്നെ അപ്പൊ തന്നെ ചാടുന്നു. നേരെ പോയ പോലെ അത് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇങ്ങനെ ഇറങ്ങി കളിക്കുന്നല്ലോ. എല്ലാരും കല്യാണം പോലെ എത്തിയാ ഓല കല്യാണം പോലെ എത്തിയാ. ഓല കല്യാണത്തിന് ഓല് നേരത്തെ കാലത്ത് എത്തൂല. നമ്മള് ക്ഷണിതാവല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ചെല്ലും. എത്തൂല. അവരെ കല്യാണത്തിനൊക്കെ 12 എത്തിയിട്ടില്ല. ഓലൊക്കെ 12 അങ്ങനത്തെ പൊട്ടിയ ആരെങ്കിലും ഒരാൾ കേൾക്കാണ്ട് പറഞ്ഞാൽ അങ്ങനെ വിടും. പട്ടയല്ലേ. അപ്പൊ നമ്മള് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരം വൈകിനാണ് ഈ വർത്താനം വിമ്മനും ഇവിടെ ഉണ്ടായത്. കറക്റ്റ് ടൈമിൽ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. നിങ്ങൾ തണുക്കട്ടെ. നിങ്ങൾ ഭയങ്കര ചൂടത്ത് സ്വഭാവമല്ലേ. ഇന്ന് ഡബിൾ താറൊക്കെ ഇപ്പൊ വണ്ടി
ഉണ്ടായിക്കോട്ടെ ഇങ്ങോട്ടോക്ക് ടയറ് 4 ഉണ്ടായിട്ട് 4 മാറ്റി 2 ഞാൻ അതിൽ എടുത്തിട്ടതാ. ഞാൻ 4 എടുത്തിടാത്തെന്ന് പറഞ്ഞാൽ ബാഗ് കൊണ്ടുവന്നിട്ട് ഇനി ഇവിടെ വെള്ളം നിറഞ്ഞ് കൊതു അറിയാണ്ട് വെച്ചിട്ട് അവിടെ ഇട്ട് വയട്ടാ. പക്ഷെ ഞാൻ ഇവിടെ എത്തിയ ദിവസം പിന്നെ എനിക്ക് തോന്നി എടുത്താൽ മതി. അതെന്താന്ന് വെച്ചാൽ ഞാൻ 4 ടയറും കൂടി ഒരു ടയറാക്കി ഒരു അട്ടി വെച്ചിട്ട് അടിയിൽ സിമെന്റ് ഇട്ട് ടൈറ്റ് ആക്കും. എന്നിട്ട് അതിൽ ഞാൻ റംബൂട്ടാന്റെ തൈ ഒന്നും കൂടി കൊണ്ടുവന്നിട്ട് കുഴിച്ചിടാനുള്ള പരിപാടി ഉണ്ട്. നമസ്തല്ല എവിടെയെങ്കിലും ഒക്കെ വെക്കാനുള്ള ഏറെ സ്ഥലം ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് എടി ഞാൻ കുഴിച്ചിട്ട റംബൂട്ടാൻ ഗൈസ്, ഞാൻ ഒരു റംബൂട്ടാന്റെ മരം കുഴിച്ചെടുക്കണം. അതിമേല് റംബൂട്ടാൻ ഉണ്ടായാല് ഒരൊറ്റൊന്നും കൊടുക്കൂല. ഏത് 3 കൊല്ലം കൊണ്ട് കഴിക്കും. അത് 1 കൊല്ലായിട്ടുള്ളൂ. ഏത് 1 കൊല്ലല്ലായിട്ടുള്ളൂ. ഞാൻ 2 കൊല്ലം ബാക്കിയുണ്ട്. വെച്ച തയ്യൊക്കെ ഉണ്ടായിക്കണോ ഇല്ലേ? ഞാൻ എന്ത് സാധനം ഉണ്ടായിട്ടിട്ട് ഉണ്ടാകാത്ത സാധനം എന്താ ഉള്ളത് അതൊന്ന് പറഞ്ഞു. വീട്ടില് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാക്കിട്ട് അത് ഉണ്ടായിരുന്നു. പിന്നെ സപ്പോട്ട നിലവിൽ ഓൾറെഡി ഉണ്ട്. മാങ്ങ അത് ഞാൻ ഉണ്ടാക്കിയതാ. ഒന്നും പറ്റാത്ത മാങ്ങമല് പിന്നെ എന്തൊക്കെയോ പരിപാടി എടുത്തിട്ട് ആ മാങ്ങ പണ്ടുള്ള ടേസ്റ്റിൽ ഉണ്ടായി. കർഷകശ്രീ അവാർഡ് ജി എത്രമാതിരി മാങ്ങ എന്റെ ചെങ്ങായി വണ്ടി സൈഡാക്കുമ്പോ അപ്പൊ ഇത് ശരിയാവില്ല. കയ്യിന്റെ കിണാപ്പ് വേനാണിയ. അപ്പൊ രാമറ്റാള് ഇപ്പൊ ഒരു 12 വിളിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. എവിടെ വെച്ച് അപ്പൊ ഞാൻ ഉറങ്ങിയാ വരുന്നുണ്ട്. ഹലോ എന്ന് വെച്ചേ. അപ്പൊ എന്നോട് അറിയാ അല്ല നിങ്ങള് എണീറ്റില്ലാന്ന് വെച്ചാ. ഞാൻ എണീറ്റില്ല ഉറങ്ങാണ് പറഞ്ഞു. അപ്പൊ പറഞ്ഞ എന്താണ് കാക്ക നിങ്ങള് നിക്കാതിന് തന്നെ വന്നില്ല, ഇവിടെ എല്ലാരും നിങ്ങളെ ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ എനിക്ക് 10 മണി ഒന്ന് വിളിച്ചു ഓർമ്മിപ്പിച്ചൂടെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു നിങ്ങളെ ചങ്ങായിമാര് പരിപാടിക്ക് പോകാനൊക്കെ നിങ്ങൾ ഭയങ്കര നേരത്തെ നീക്കണ്ടല്ലോ, ഇന്റെ അടുത്ത പരിപാടിക്ക് അങ്ങനെ കിണുകിണ് പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് ഞാൻ പറയില്ല ഞാൻ എണീച്ച് 15 മിനിറ്റോട് പണി കഴിഞ്ഞ് ഇറങ്ങിക്കോളാം. 15 കൊണ്ട് നിങ്ങളല്ല നിങ്ങളെ മറ്റോള് കുറച്ചുകൂടെ വെച്ച് പോയതാ. ലാസ്റ്റ് ഞാൻ പറഞ്ഞ എണീറ്റിക്കണ് പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ കള്ളം പറയണ തന്നെ കള്ളാന്നൊക്കെ വിളിച്ചാണ്ട് വെച്ചു പോയത്. അപ്പം നേരെ ഓഡിറ്റോറിയത്തിന്റെ അവിടെ എത്താനായിക്കണ്. അപ്പം ബാക്കി പിന്നെ കാണാം. ഓക്കെ ഇനി അങ്ങനെ ഗൈസ് ശൈല യാസ്മിന്റെ അടുത്ത് കൊടുത്തിരിക്കുന്നു. പറയൂ മാഡം എങ്ങനെയുണ്ട് കല്യാണം പോലെ ഉണ്ട്. കല്യാണത്തിന് സായിലറിയണേ ഇപ്പൊ ഒരു കവറ് ഞാൻ സാധാരണ ഞാൻ പറയാം. ഇപ്പൊ സാധാരണ എല്ലാ കല്യാണത്തിനും കവറായിട്ട് വരും. ഈ കല്യാണം കവറ് കണ്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ വരുന്നുള്ളൂ? എനിക്ക് തോന്നുന്നുണ്ട്. എവിടെ കല്യാണം എവിടെ കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിലും എന്നോട് വന്നറിയ ഇപ്പ എന്റെ അടുത്ത് കവറുണ്ട്, ഒരു കവർ എടുത്തെടുത്തത്. നമ്മള് പിന്നെ ഒഴിഞ്ഞു പോവല്ല കവർ വേണ്ട. എങ്ങോട്ട് പോവാണെങ്കിലോ ഉമ്മ ചോറുണ്ടാന്ന് അറിയും. അതോടുന്ന കിട്ടിയത് അറിയാ. അത് എവിടുന്ന കിട്ടിയെന്നുള്ള എനിക്ക് ആർക്കാ അറിയല്? ഈ ചോറ് ഞാൻ എന്തെങ്കിലൊക്കെ പറയൂ. തൊള്ള കൂട്ടി നമ്മളെ നാടായിരുന്നു. എന്നിട്ടാണ് നിങ്ങൾ സായിലല്ലേ? സായിലപ്പോ ഇങ്ങനെ ആലോചിക്കുന്നത് വേറെ സംഗീതമാണ്. ഇജ്ജ് പോയാലും തിരിച്ചു വരുമോ? ഇല്ലേ? 2 കാലം ഇല്ലല്ലേ? അതത്ര അതിപ്പോ പറഞ്ഞൊരു കാര്യമില്ല. ഇല്ല സായില അങ്ങനൊന്നുമില്ല. ഞാൻ സംസ്കൃതി ഇല്ല. ചെറ്റ സ്വഭാവമാണ്. അവിടുന്ന് വേറെ സ്വഭാവം, ഇവിടെ വന്നിട്ട് വേറെ സ്വഭാവം അല്ലേ? അങ്ങനൊന്നുമില്ല. കണ്ട ഇപ്പൊ തണലത്ത് കൂടെ പോവാണ്. ഞാനും വിചാരിച്ച മൂല ചൊർക്ക് പോവും. അതാണ് ഞാന് എന്ത് അങ്ങോട്ട് പറഞ്ഞാലും ഓല അങ്ങോട്ട് സ്വീകരിക്കൂല. അതറിയ ഉപ്പില്ലാത്ത കഞ്ഞി പറയുന്നില്ല. അത് നൈസായിട്ട് കഞ്ഞി വിളിച്ചതാണൊക്കെ. ഉപ്പില്ലാത്ത കഞ്ഞി പോലെ
എവിടെ നിങ്ങളെ വണ്ടി? നിങ്ങളെ വണ്ടിന്ന് ഓ ഇപ്പൊ അങ്ങനായി. ഓരത് വലിയ കാറ്. അതോ നമ്മള് ചെറിയ കാറ്. കാറോ എന്താ വലിയ കാറ്. നിങ്ങളെ വണ്ടി എവിടെയാണ്? നമ്മളെ വണ്ടി കയറരുതേ. കേറ്റൂല നീ. വണ്ടി കയറരുത് കേട്ടോ. നിങ്ങളെ വണ്ടി എവിടെ? ടയർ മാറ്റി. നമ്മളെ വണ്ടി. ഇത് ഷായിലാന്റെ വണ്ടി കേട്ടോ. ആ നമ്മളെ വണ്ടിയിൽ കയറാൻ വരുമല്ലോ. അതന്നെ ഞാൻ വരൂ. കേറ്റൂല. ടയർ മാറ്റിയില്ലേ? ഇല്ല മാറ്റി. നാല് ടയർ മാറ്റിയില്ലേ? 4 ടയർ മാറ്റി. ഇവിടെ ഫുള്ള് ഷായയുടെ ഫാൻസ്. ഇത് പോവും കാക്ക. ഏത് ഇപ്പൊ ഇത് വെറുതെ പോവല്ലോ. അതല്ല ഇതല്ല ഇതല്ല ഇവിടെ. അത് വലിയ പോകുന്ന നമുക്കറിയാലോ. ഇത് വയ്യേ. അയച്ചു പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അറിയണ എന്തുവാ ഓള് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അറിയണ ആവശ്യം കാര്യമില്ല. വണ്ടി കൊടുക്കുന്നുണ്ട് guys. വണ്ടി വേറെ ഇതിലൂടെ തന്നെ ഞങ്ങൾ സെയിലിട്ടാലപ്പാ. ആവശ്യക്കാരുണ്ടെന്ന് ചോദിച്ചോക്കാലേ. ആ നമ്മളെ ഇറ്റിയോസ് വണ്ടിന്റെ ഫുള്ള് കുറ്റം പറഞ്ഞാണ്. കുറ്റൊന്നുമില്ല. നമ്മളത് പൊളിച്ചു വെച്ചതാണ് ഒരു കണ്ണട്ടതൊക്കെ. ഒരാഴ്ചയിൽ ഇപ്പച്ചി കൊണ്ട് തട്ടിക്കും. പിറ്റേതായി സാല ഒട്ടിക്കും. പിന്നെ രണ്ടാളും തട്ടിച്ചിട്ടിക്കും. ഞാനൊന്ന് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ചെറുതായി തട്ടിക്കും. ഒരു രസം. വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ആ നമ്പർ പ്ലേറ്റ് ഒന്ന് ചാടിക്കുന്നു. ഇവിടെ കുറച്ച് വെറുതെയുണ്ട്. അങ്ങനെ സംതിങ് കൈലാസ്മി പറയൂ, ഈ ഡ്രസ്സിനെ പറ്റി എന്തൊക്കെ അഭിപ്രായങ്ങൾ വന്നു? വാവ് എന്ന് പറഞ്ഞ എല്ലാവരും അതിന് ചളയുന്നു. ചളയാ അച്ചാറായില്ലേ? ഓളെ കേട്ടില്ല. ഓളെന്താ പറഞ്ഞേ? നിങ്ങളെ വണ്ടി എന്നല്ല പറഞ്ഞേ. നിങ്ങളെ വണ്ടി ഓളെ കേട്ടേക്കാ. ഞാൻ കയറണില്ലല്ലോ. കേറിക്കോ. നിന്നെ ഇറക്കാതെ പോകാനല്ലോ നിങ്ങക്ക്. പോവല്ലേ നീ? ഞാൻ ചാടിട്ടോ നിർത്തില്ലെങ്കിൽ. ഇപ്പോഴും തട്ടി. പറ്റിയല്ല ആഴ്ചയിലൊരു തട്ടരാ. കട്ടറിന്റെ മേലെ കയറി. മുപ്പര് നമ്മളെ കണ്ടോ? മുപ്പര് പോലി പോലി പോന്നറാളാ. ഞാൻ പറയും നിങ്ങളെ കണ്ടപ്പോ വേഗം മുങ്ങിയതാ. വണ്ടി മാറി. വഴി മാറി. വണ്ടി മാറി. എനിക്ക് ശരിക്കും മുഖം കഴിക്കാണ്ടേ. താഴത്തല്ല പൈപ്പ്. നിങ്ങളെക്കാട്ടി ബുദ്ധി ഉണ്ട് എനിക്ക്. അല്ലെങ്കിൽ തുറക്കാൻ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നിങ്ങളെക്കാട്ടി ബുദ്ധി ഉണ്ട് എനിക്ക്. എന്റെ തോന്നല് മാത്രമാണ്. ബുദ്ധി പോയി നിജന്റെ വീഡിയോയില് പറഞ്ഞതാണ്. ബുദ്ധി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി എത്ര ബുദ്ധി ഉണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വണ്ടി ലോക്കാനോ നോക്കിയതല്ലേ. ഇനി ബുദ്ധി ഉണ്ട് ബോധം ഉണ്ടെന്ന് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. ഇജി വീഡിയോയില് പറഞ്ഞതാണ് എന്റെ ബോധം പോയതാണ്, എന്റെ ബുദ്ധി പോയതാണ്. എന്റെ ആ ബുദ്ധി ഇപ്പോഴും ഇല്ല എനിക്ക്. എനിക്കിപ്പോഴും ആ ബുദ്ധി വന്നിട്ടില്ല. അതറിയ ബുദ്ധി വന്നിട്ടില്ല, ബോധം വന്നിട്ടില്ല. സൈലന്റമ്മ ഉമ്മ പിന്നെ എന്താ പറയാ വീഡിയോ കിക്കണതിനൊന്നും മടിയൊന്നുമില്ല. അതെയാ നമുക്ക് ഇനി ഒരു ബ്ലോഗ് ഉമ്മനെ ബ്ലോഗ് ഉമ്മനെ റോസ്റ്റ് ചെയ്യണോ? പോട്ടെന്നാല് അസ്സലാമലൈക്കും. ഞാൻ ഉമ്മനോട് സലാം പറയില്ല, ഇജ്ജ പറയാത്തോളൂ കേട്ടോ. ഇജ്ജല്ല ഉമ്മ കൊടുക്കല് ഉമ്മ കൊടുക്കടി ഉമ്മക്ക്. അപ്പൊ ചേട്ടനെ ഇങ്ങോട്ട് വാ പാടുന്നേ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങണം നേരെ വീട്ടിലേക്ക്. സുഖത്തില്ല ചോറാണ് നീ ചോറാക്കാൻ പോയി. പിന്നെന്താ കണ്ടാ ചോറ് ഇവിടെ എല്ലാവർക്കും കവറും ചോറും വേണം. പരിപാടിക്ക് പോയാൽ കവറ് വേണം. ഇതിനെ പോവില്ലേ? ആ ഇവിടെ വെറുതെ അല്ലേ സായില് പറഞ്ഞു കവറ് കൈ മുടിച്ചോളിന്നൊക്കെ അല്ലേ.
ഈ സായിലെ കവർ കൈപ്പ് പിടിച്ചപ്പോ നമ്മള് ഇങ്ങനെ അതന്നെ വർത്താനായില്ലേ. ഈ സായില് ഒരു ദിവസം കവർ കൊണ്ടുവരുന്നതാണ് ഗൈസ്. ഓള് ചോറ് എടുത്തുകൊണ്ട് ഓളെ കുടുംബത്തിൽ കല്യാണം എന്തുണ്ടായിട്ട് ചോറ് കവറിലാക്കിയാണ്. അന്ന് മുതൽ ഓള് കവറിന്റെ ചിന്ത അല്ലാതെ വേറെ ഒരു ചിന്തയില്ല. അങ്ങനെ ഒന്ന് പറയുന്നു. എന്ത് ഉടനെ തലപ്പാറയിൽ നിറട്ടാ, ഉടനെ താലപ്പാറയിൽ. എന്താണ് ഉമ്മ നിങ്ങളെ കഥ? സൈഡായിക്കി വെച്ച് കെടുക്കണ്ടല്ല, നേരെ മുടിങ്ങിയ ആൾക്കാർ എടുക്കാൻ. അപ്പൊ ഓക്കെ, നമ്മള് വീടിന്റെ അവിടെ എത്തി. നമ്മള് പോകട്ടാ. ഇറങ്ങിക്കോളി. എനിക്ക് പോവാണ്ട് ഇറങ്ങി ആയിക്കോട്ടെ. ഇറങ്ങുമ്പോ നോക്കിട്ടമ്മ കുയിക്കൊന്നും നോക്കില്ല. ഇപ്പൊ നോക്കിയാ അപ്പൊ ഗൈസ്, ഹലോ, പെച്ചും പോയി. ഞാന് 1-2 പണികളുണ്ട്. ഷൈലനെ പിക്ക് ചെയ്യാണ്ട്. അപ്പൊ പരിപാടി കഴിഞ്ഞ് ഓള് ഫ്രീ ആയി ഓളെ കൂട്ടിക്കൊണ്ടുവരണം. അതിന് പിന്നെ വേറെ പരിപാടി ഉണ്ട്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ പോവാണ്. ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ഓക്കെ. അപ്പൊ കാക്ക എന്നെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. കുറച്ചു നേരമായിട്ടുള്ളൂ വന്നിട്ട്. നമ്മളിപ്പോ വീട്ടിക്ക് പോയിക്കൊണ്ട് ഉച്ചക്കല്ല വൈകുന്നേരം വന്നിട്ടുള്ളൂ. 2:30 മണിക്ക് ഞാൻ ഉമ്മച്ചിനെ അവിടെ വീട്ടിൽ ഇറക്കിട്ട് വന്നിട്ട് ഇപ്പൊ 8:30 മണിയായി. 8:31. അതല്ല, അതാവൂല. വൈകുന്നേരം 3-3:30 ആയപ്പോ എത്തിയിട്ട് ഞാനും കാക്കി എന്നിട്ട് കാക്ക എന്ത് ചെയ്തേ, നേരെ ഇവിടെ പോയി വണ്ടി നന്നാക്കാൻ വേണ്ടി കൊടുക്കുന്നു, നോക്കാൻ വേണ്ടി. എന്നിട്ട് 7:30 എത്തിയപ്പോ ഞാൻ 8:30 ഇറങ്ങി. ഇത്രേ ഉള്ളു. അല്ല പറയാ പറ്റുമോ? നിങ്ങൾ എനിക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചില്ല. 7 മണി എന്തേലും കഴിഞ്ഞാണ്. ഇപ്പൊ ഞാൻ വണ്ടി കൊണ്ട് നന്നാക്കാൻ നോക്കാൻ പോയതാണ് പ്രശ്നം. തന്നെ വിളിക്കാൻ വന്നല്ല, വിളിക്കാൻ വരണ്ടില്ലേ, നേരെ പോയാൽ 7:08 കാക്ക എവിടെ ചോദിച്ചത്. കുഞ്ഞാ കാർ 50 രൂപയുടെ ജ്യൂസിന് 500 രൂപ പെട്രോൾ അധികം. എന്റെ മഹാനായ അളയ കവിങ്ങാണ്. കമോണ്ട്രാ. ഓന് ഉമ്മയും ഫീനൊക്കെ ഉണ്ട്. ഉമ്മയുണ്ട്. ഞാൻ ഇവിടെ അറിയാലോ. എന്റെ ചാർജർ ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞപ്പോ സൈഡാക്കിട്ട് അതിന് കാത്തിക്കാണ്. വീട്ടിലൊന്ന് മറക്കേ, മറവിന്ന് പറയുന്നത് ഈ കണ്ണട കെട്ടുവിനൊക്കെ. കല്യാണം നോക്കുന്നുണ്ട്, കോണ്ടാക്ട് നമ്പർ തരാം. എന്ത് ഫിഗറില്ലേ, സ്പെക്സ് അയച്ചി. ഈ ക്യാമറ പിടിക്കാനൊന്നും അറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിങ്ങക്ക് ഫോൺ എടുത്ത തല വേണം. അതുകൊണ്ട് പിന്നെ ഫോൺ അവിടെ എനിക്കുള്ള ശിക്ഷ 5 മണിക്കൂർ ഇട്ടുണ്ട് ബലിപ്പിച്ചേന്. നിങ്ങള് കള്ളം പറഞ്ഞെന്തിനാ? നിങ്ങളെങ്ങോട്ടോ പോയതേനി? ഞാൻ പെണ്ണാണാൻ പോയതാക്കി രണ്ടാമത്തൊന്നും കൂടെ. ഇജ്ജ് വീട്ടിലൊക്കെ പോകുമ്പോ എനിക്ക് ആർക്ക് പ്രായമായിരുന്നു? ഐ ആം സ്റ്റിൽ യങ്, യു നോ മാൻ. എത്ര വയസ്സ്? ഇറ്റ്സ് ജസ്റ്റ് 19. 90 അല്ല 30. 30 ഞാൻ പറഞ്ഞ കുറച്ച് കൂടി പോകും. 29. ഇക്കാക്ക വൈകുന്നേരം എന്നെ ഇവിടെ ഇറക്കിയിട്ട് ഇക്കാക്ക പോയതാണ്. എന്നിട്ട് വണ്ടി നന്നാക്കാൻ കൊടുക്കണേ പറ്റി അന്വേഷിക്കാൻ. എന്നിട്ട് 7 മണി കഴിഞ്ഞിരുന്നപ്പോ 7:08 വിളിച്ചത്. 7 ആയപ്പോഴാണ് എത്തിണ്ടാവുക. എന്നിട്ട് ഞാൻ നേരെ വൈകുന്നു വെറുതെ പറഞ്ഞിട്ട് ഞാൻ ചോറൊക്കെ തിന്നിറങ്ങിയപ്പോ എത്ര നേരം? 8:30. ഞാൻ മാത്രമാണ് കുറ്റക്കാരൻ. കാരണം ഞാൻ വീഡിയോ ഓണാക്കിട്ട് എന്റെ കയ്യിൽ തരാൻ പാടില്ലായിരുന്നു. അതിന്റെ ഭാഗത്തിൽ തെറ്റ്. ഞങ്ങള് വീഡിയോ ഓണാക്കിയോളി. ഞാൻ ബാഹുബലി നീ ചെയ്തത് തെറ്റ്. ബാഹുബലി ഇല്ല, കട്ടപ്പന്നെ ഞാൻ പറയണ്ടല്ല, മനസ്സിലായില്ലേ? എന്റെ കണ്ണു കുത്തണ്ട് വെളിച്ചോ. തിരിച്ചു കുത്തേ, തിരിച്ചൊന്ന് കൊടുക്കേ. അപ്പൊ
അപ്പത്താടി പോലെ അപ്പന്താടിയാ സാധനം എടുത്തുക്കാ വേണ്ട അത് കാണാൻ പൂതിയാ. ഓ ഒന്നര അങ്ങോട്ട് പെരേന്ന് പോയിട്ടുള്ളൂ ഇത്ര വലിയ പൂതിയോ നമ്മക്കാവുമ്പോ ആ പൂതിയൊക്കെ മാറിക്കോളും എന്റെ നമ്മക്കാവുമ്പോ എന്താ പറയാ കാക്കാ കൊണ്ടേക്കടി അങ്ങനെ പറയാ അമ്മക്കാവുമ്പോ അമ്മക്കാവുമ്പോ നമ്മളെ കുട്ടീനെ പറയണടാ. എല്ലാരും കമന്റ് ബോക്സിൽ എല്ലാരും ചോദിക്കുന്നുണ്ട് ഷാഹിലക്ക് ബേബി പ്ലാൻസ് ഒന്നും ഇല്ലോ ഇങ്ങനെ കളിച്ച് നടന്നാ മതിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് അതിനൊരു ഫുൾ എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മള് വരുന്നതായിരുന്നു. വരില്ല എന്താ എന്റെ ബേബി പ്ലാൻസ് ഒന്നും ഇല്ലാത്തേന്ന് ഈ കാക്ക നാടല്ലാത്തവനെന്നാ ആയിക്കൂടെ എന്താ പോയിട്ട് അയ്യോ പോണല്ലോ സുഖം നേരെ കേറിട്ട് ഇറങ്ങിയാ പോരെ. വളഞ്ഞ വൈ കൂടെ പോണ മണ്ടത്തരല്ലേ. ഞാൻ സെൽഫി പോലെ പിടിക്കട്ടെ എന്റെ കൈ അടിയുണ്ട്. സെൽഫി പോലെ അങ്ങനെ പിടിച്ചാ വീഡിയോ റെഡി ആവില്ലല്ലോ മോയെ. കുഴപ്പമില്ല. അങ്ങനെ പറയും എങ്ങനെയുണ്ട് എന്റെ കല്യാണത്തിന്റെ ഇന്നത്തെ ദിവസം പറയും. ഹൗ ഈസ് യുവർ ഡേ ടുഡേ? നല്ല രസം തന്നെ. എത്ര ഫാൻസ് വന്നു അയ്യന്റെ മോനെ എത്രമാര് ആൾക്കാർ അതിനടുത്ത് വന്നില്ല. അതിനടുത്ത് വന്നിട്ടില്ല. അവന്റെ കഴുത്ത് വെച്ചിട്ട് അല്ലാ അതിനടുത്ത് ആരും വന്നിട്ടില്ല. എങ്ങനെ വന്നേ എങ്ങനെ ചോദിക്കുമ്പോ കഴുത്ത് പറയ്. നിങ്ങള് ഇൻസ്റ്റയിലുള്ള റീൽസ് ഒക്കെ ചെയ്യുന്നതല്ലേ എങ്ങനെ പറഞ്ഞേ അപ്പൊ എന്തേതാ ഫീല് പറയ്. എനിക്കൊന്നും തോന്നില്ല. അങ്ങനല്ല പറയേ. എല്ലാരും ഇടയിൽ ചോദിക്കുമ്പോ ഒരു മടിയോ മറ്റേ പൊലിവല്ലേ നീ? അങ്ങനെയല്ല ഒരെന്നെ വിളിച്ചറിയോ ഞാന് ചിഞ്ചൊക്കെ അല്ലേ നമ്മളൊന്നും ആർക്കും മനസ്സിലാവണില്ലേ ഭായി. ഇങ്ങള് കൊറച്ച് ഇഞ്ചി ഉപ്പച്ചി സാലു ഇങ്ങക്ക് മൂന്നാക്ക് കട്ട ഫാനാട്ടോ. നല്ല വീഡിയോ ഒക്കെ അതുമാതിരി എല്ലാരും ചോദിക്കുന്നുണ്ട് സാലുവിന് ഈ ടീഷർട്ട് ഉള്ളോ ഷാഹിലക്ക് ഈ ഡ്രസ് ഉള്ളോ. എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം എടുത്തിട്ട് പോരാ. ഞാൻ പിന്നെ ഇന്നെ പറ്റി ഒരു കുട്ടി ഒന്നും ചോദിക്കൂല. കാരണം ഞാൻ വീഡിയോഗ്രാഫറാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോക്ക് വല്ലപ്പോയൊക്കെ ഒന്ന് മുഖം ഇങ്ങനെ കാണിച്ചു. ക്യാമറ ചെരിഞ്ഞു കാല് താക്കം കൊടുത്തുക. എങ്ങനെ ചാർജ് ചെയ്യാതെ അപ്പൊ അത്ര ഉള്ളു. വീട്ടിലെത്തിട്ട് ബാക്കി എടുക്കാൻ പേരെന്ന് പോകുമ്പോ ഒരു എന്നാ പോയത് ഒരു കവർ എടുക്കാൻ. ഒരു കവറോ എന്തിന്റെ ചോക്ലേറ്റുകളൊക്കെ എടുത്ത് വെച്ച മുട്ടായിന്റെ കവർ എടുക്കാൻ പറഞ്ഞേ. ഒരു ലോഡ് മുട്ടായി ഉണ്ടേടാ. ഒരു ലോഡ് മുട്ടായി ഉണ്ടടാ. ലോഡ് എന്ന് പറഞ്ഞാലേ പോകുള്ളൂ. കുറച്ചുണ്ടാവും കവറിലുണ്ട്. അതെന്തായാലും ഇങ്ങോട്ട് പോയില്ല. ഫുള്ളിന്റെ ഡ്രസ്സാ. ഞാൻ വിളിച്ചോക്കട്ടെ ഓന്. പക്ഷെ ഓരിവിടെ വണ്ടിയിൽ ഇങ്ങനെ വെറുതെ രസമായിട്ട്. എന്റെ ഫോണോടെ ഷായില പോയത് ഇന്നലെ ഒരു ദിവസത്തിന് പോയതാ. പോകുമ്പോ ഇതേ ഡ്രസ്സൊക്കെ ഇങ്ങട്ട് ഇനിയും ഉണ്ടല്ലോ ഒന്നും കൂടിയും അല്ല. അപ്പോൾ 2 ആഴ്ചത്തേക്ക് പോയെന്തോ കൊണ്ടുപോകട്ടെ. ഇനിയുള്ളത്
ആരിസ വന്നപ്പോ കൊടുന്ന മുട്ടായും ഉമ്മ പോയിരുന്ന സാധനം വാങ്ങിയപ്പോ കുറച്ച് ചോക്ലേറ്റ് അങ്ങനെ പാടാറുതേ നാളേക്ക് ഒന്നും ക്ഷമല്ല. നാളേക്ക് ക്ഷമല്ല. എന്തൊക്കെ ഉണ്ടായില്ലേ? ഡയറക്റ്റ് ഉണ്ടോ? അങ്ങനത്തെ മുട്ടായില്ല, ആ ചോക്ലേറ്റ് ആണ്. കുപ്പായോ തമ്പ്രാട്ടിനെ കാണാനല്ല, വ്ളോഗിലും ഷർട്ട് ഇടാൻ അയച്ചിട്ടാണ്. ഇപ്പച്ചിന്റെ എളിപ്പോഴും ഇപ്പച്ചിന്റെ എളിപ്പോഴും അറിയില്ല. ചായല അയച്ച് പോയപ്പോ ഇവിടെ ഒരു ഗുലുമുണ്ടായി. ആ ഒരു ചാർജറിന് വേണ്ടി ചാർജറിന്റെ കട്ടൻ ചേർത്തിന്. ശൈല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ കട്ടടമ്മ ശൈല ഇതേപോലത്തെ വേറെ കട്ട ഉണ്ടോ ഇല്ലേ? പുതിയ ചാർജർ അയ്യേ ഇപ്പൊ ഇല്ല. ഒന്നുമില്ല, ഇതേപോലത്തെ വേറെ കട്ടുണ്ടാ? ഇതേപോലത്തെ ഉണ്ടോ തോന്നുന്നു. ഇതിന് ചെറുതല്ലേ കുഞ്ഞാവന്റെ? ആ ഇപ്പച്ചിന്റെ വിചാരല്ലേ ഇതേപോലത്തെ കട്ടുണ്ട്, എന്നിട്ട് ഇവിടെ ഒരു കുയ്യുണ്ട്, എന്തൊക്കെയാണോ എന്തിന് അത് ഈ സാധനം ഇതായിരുന്ന ചാർജറിന്റെ സെല്ലാത്തതാ. അതോ ഇങ്ങോട്ട് എന്താ പ്രശ്നം? ഒരു പ്രശ്നവും എനിക്ക് എന്താ പ്രശ്നം അറിയണ പറഞ്ഞു കൊടുക്ക്. എന്ത് സീരിയലാണ് നിങ്ങള്? ഏതാ സീരിയല്? ആ സീരിയൽ ഇപ്പൊ കാണല്ലേ ഇപ്പ? അതേപോലത്തെ ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ ആർക്ക് കിട്ടിയാലും അപ്പുറത്തെ പറമ്പ് കിടാ. എന്നിട്ട് പുതിയ ചാർജറൊക്കെ വാങ്ങിക്കണ്. അത് ഇവിടെ കിട്ടി പറയുമ്പല്ലേ എമ്മച്ചി ചിരിക്കട്ടാ. പെച്ചിക്ക് കിളി പോയിട്ട് പെച്ചിക്ക് എന്തൊക്കെ എറിയണോ ഒന്ന് ഇങ്ങട്. അതൊക്കെ കിട്ടിയ സാബിയെ എന്റെ അവസാനാണത്. കിട്ടിയമ്മന്റെ അവസാന ബാക്കി എനിക്കുണ്ട്. അതൊന്ന് ഓഫാക്കോ? ഇല്ല, ഒരു 5 മിനിറ്റ് സീരിയൽ, 5 മിനിറ്റ് സീരിയല്ല. എന്തോ സീരിയലാണ്, എന്തോ ജീവൻ ഉപ്പന്നെയാണ്. ഉപ്പൊന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഉപ്പന്റെ സൗന്ദര്യം കണ്ടിട്ട് ഉമ്മ കെട്ടിയതാണ്. ഉപ്പന്റെ സൗന്ദര്യം ഇപ്പച്ചിന്റെ സൗന്ദര്യം കണ്ടിട്ട് മാത്രാണ് കെട്ടിയത്. അല്ല വരട്ടെ, അതാണ് അവള് പാന്റിന് വൈ അടിച്ചെടുത്ത ഇപ്പച്ചിന്റെ ഹെയർ സ്റ്റൈൽ കാണിപ്പാ. ഇപ്പച്ചില്ലേ ഇപ്പച്ചില്ലേ ഇവിടെതാ വരട്ടെ. അടുത്ത പ്രാവശ്യം ഇപ്പുറത്തൊരു വരാ. പക്ഷേ വാരയില്ല ശരിക്കും ഇങ്ങനെ ഇട്ട് പോലും ഞങ്ങൾ കാണാത്ത. പക്ഷെ അത് അങ്ങനെ തന്നെയാണ് ഉള്ളറിയണോ ഇല്ലാത്തല്ല. നിങ്ങൾ ഇപ്പച്ചിന്റെ സൗന്ദര്യം കണ്ടിട്ടാണോ? അതന്നെ അന്ന് കാണാൻ പറ്റില്ല, അത്ര സൗന്ദര്യം. കണ്ടുപിട്ട സൗന്ദര്യം അന്നത്തെ ഗ്ലാമർ ഉള്ളോണ്ടല്ലേ ഇന്ന് കല്യാണ ഞാൻ പറയാ ഉമ്മ ഇന്ന് കെട്ടിയത് അല്ല, ഉമ്മ കെട്ടാൻ കാരണം അല്ല ഇപ്പൊ കെട്ടാൻ കാരണം എന്താ പറയാ, ഇപ്പൊ അന്ന് വയസ്സായിട്ടില്ല കെട്ടാളെ. പക്ഷെ ഉമ്മനെ കണ്ടപ്പോ കെട്ടിയാലോ തോന്നി. ഞമ്മള് അന്ന് പെണ്ണ് കാണാൻ പോയപ്പോ നമ്മളെ സൗന്ദര്യം അന്നത്തെ സൗന്ദര്യം ഉണ്ടായിട്ടില്ല ഇന്ന് ഈ സൗന്ദര്യത്തിൽ നിൽക്കുന്നത് ആണോ? തന്നെ നിങ്ങളെ മാതിരി പൊട്ടിയിട്ടില്ലല്ലോ സൺക്രീം വെച്ച്. ഞാൻ ഒലക്ക ഫേസ് പാക്ക് ഈ മുഖത്ത് നിങ്ങള് പൊട്ടി. ലിപ്സ്റ്റിക്, സൺക്രീം, മാറ്റത്, ചപ്പ് ചവറ്. ഈ ശരീരത്തിൽ പച്ചവെള്ളം ഇല്ലാത്ത വേറൊരു സാധനം ശരീരത്തിൽ കയറുന്നില്ല. ഇങ്ങോട്ട് നിങ്ങൾ എന്തൊക്കെ ഇടണേ? നിങ്ങളെ കൊറേ പൊട്ടിയിടും. കൊറേ കുളിക്കുമ്പോ നമ്മള് ചേരി ആ വലോണ്ട മുഖം നമ്മളെ നിറം പോയിട്ടില്ലല്ലോ, നമ്മള് നിറം കൂടി വരല്ലോ. നിങ്ങളതല്ല, നിങ്ങളൊരു ദിവസം ഈ സാധനം ഇട്ടില്ല
കാക്ക ഇവിടെ എന്താ കറുപ്പ് കാക്ക ഇവിടെ എന്താ ആറ്റാളുന്നുണ്ട് ഇത് തേച്ചിട്ട് നിറം വെച്ചിട്ട് ഞാൻ ഡൈ ചെയ്യണില്ല, ഞാൻ പാക്ക് തേച്ചിട്ട് കാക്ക ഞാൻ ഡൈ ചെയ്യണില്ല, ഞാൻ പാക്ക് മോയ്സ്ചറൈസർ. നിറം വെച്ചില്ലേ ഹലോ ഞാനും already അയ്യോ അലക്ക ഞാൻ ഇവിടെ നിറം കുറഞ്ഞിന്നല്ലാതെ ഇതിപ്പോ അവിടെ ഇറങ്ങണില്ല. എന്താ മുട്ടായി ഇട്ടിട്ട് ചാണാരിക്ക് കാറില്ല ജ്യൂസ് വേണമെന്ന് പറഞ്ഞു ഫിനുവിന്. എന്നിട്ട് 50 ഉറുപ്പ്യന്റെ ജ്യൂസ് വാങ്ങാന് 250 ഉറുപ്പ്യന്റെ പെട്രോൾ അടിച്ച് ജ്യൂസ് അടിക്കാൻ പോയാ അതൊന്ന് ഇനി രണ്ടാമത്തെ 100 ഉറുപ്പ്യന്റെ ചോക്ലേറ്റിന്റെ ഓൾതോടെ അത് കൊണ്ടുവരാൻ വേണ്ടിട്ട് കാറായിട്ട് ഇങ്ങോട്ട് വരുന്നേ. എന്റെ മനസ്സിൽ സ്നേഹം ഇങ്ങോട്ടല്ല ചാണാരിക്ക്. ഇങ്ങോട്ട് വരാൻ പറയാ ഇജ്ജ് പോകുന്ന പറയണ്ടോ വരുന്നേ. ആ കുഞ്ഞ പോവാ ഒരു ഇറങ്ങിണ്ടാവും. വാങ്ങിച്ചിട്ട് മതി. അല്ലാതെ പിന്നെ നേരത്തെ ഞാൻ പറയാം. ഹലോ വരാണ് അടിപൊളി. പെച്ചിന്റെ മുടി നരച്ചില്ല, എന്റെ മുടി എത്ര മാതിരി നരച്ചു തുടങ്ങിയ അതിന് ഞാൻ പറഞ്ഞതാ. വേറൊരു സാധനം ഉണ്ട് ഇല്ലപ്പാ, എന്ത്? സീക്രട്ട്. എന്ത് സീക്രട്ട്? ഇപ്പൊ മുടി വരക്കാത്തിന് എന്ത് ഞാൻ ഡൈ ചെയ്യലില്ല, ഞാൻ മീസ് ചെയ്യലുണ്ട്, പക്ഷെ തലമുടി ചെയ്യലില്ല. തലമുടി നരച്ചില്ല, നരട്ടെ. ഞാൻ പിടിക്കും ഒരു ദിവസം വീഡിയോ എടുക്കും. ഇപ്പൊ വീഡിയോ എടുക്കട്ടോ ഞാൻ ഉണ്ടോ നോക്കാം. ഇന്ന് കല്യാണത്തിന് വരുമ്പോ അപ്പൊക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതിനെ ഫുള്ളായിട്ട് പോയില്ല. മീസ് ഡൈ ചെയ്യലില്ല. അത് ഞാനട്ടെ ഇവിടെ പലരും ഡൈ ചെയ്തിരിക്കുന്നു, നമ്മള് ചെയ്തിട്ടില്ല. പിന്നെന്താ നമ്മള് വീഡിയോ എടുക്കണ ഇപ്പൊ എല്ലാരും എടുക്കും. ഇതിന്റെ ഷേപ്പ് ഒക്കെ എല്ലാവരും നോക്കിച്ചോ. മീശ അർപ്പിക്കലാ എല്ലാം ആറാമ, പക്ഷേ മൈലാഞ്ചി ഇടാൻ ഞാൻ ആറാമെന്നല്ല. ഇപ്പൊ പച്ചടിച്ചിട്ട് ആ ഒരു ഉസ്താദ് പറഞ്ഞ മുടി അതാ പറഞ്ഞ ഒരു ഉസ്താദ് പറഞ്ഞ അല്ല ഒരു ഉസ്താദിന്റെ വീഡിയോ ഞാൻ കണ്ടതാ. മുടി കറുപ്പിക്കലാണ് ആറാമ്, വേറെ കളർ ചായ പൂശുന്ന പ്രശ്നമില്ലാന്ന്. അപ്പൊ പച്ചക്കടിച്ചത് അടിപൊളിയല്ലേ. ഞാൻ ഉസ്താദ് ചിലപ്പോ ഉദ്ദേശിച്ച മൈലാഞ്ചി കളറാ ഉദ്ദേശിച്ചിട്ടുണ്ടാവാ. അതിപ്പോ എല്ലാരും കൂടെ എടുത്തുകൊണ്ട് അയാളെ ടയറിലാക്കിയിട്ട് മഞ്ഞയും പച്ചയും നീലൊക്കെ അടിച്ച കഴിഞ്ഞാൽ അതെന്താ ഞാൻ പറയാം ഇപ്പൊ ഞാൻ അതന്നെ ഇപ്പൊ ഒരാള് കുറി തുടങ്ങിയേ, മിണ്ടരുത് കുറി കൂടി, ഒരു കുറി കൂടി. ആ കുറിയിൽ ആകെ 30 ആൾക്കാര്, 31 ആൾക്കാര്, 31 നറുക്കുള്ള കുറിയാണ്. 31 നറുക്കെന്ന് പറഞ്ഞാല് മാസം 10,000 20,000 ഒന്നുമില്ല, മാസം 1000 ഉറുപ്യ. അപ്പൊ 31,000 ഉറുപ്യന്റെ കുറി കൂടിയിട്ട് ഈ കുറി അല്ല ഒരു ഒന്നായിട്ട് ഒറ്റ എടുക്കലെടുത്തത്. അപ്പൊ കുലുക്കി സായിലാന്റെ തന്നെ എടുത്തത് എത്രാമത്തെ അറിയാം? 31 ആൾക്കാര് 30ാമത്തെ കുറി ഓളെ നമ്പർ ഓളന്റെ അടുത്തേക്ക്. ആരാ മൊയല്ല അപ്പൊ അത് എന്റെ മടക്കി പേപ്പർ മടക്കിട്ടപ്പോ ഈ 31ന്റെ മോള് നേരെ മോള് 2ാം പടം നമ്മളോട് കൊറേ പ്രാവശ്യം അതെടുത്തു പറഞ്ഞിട്ട് അത് വേണ്ട വെച്ചിട്ട് മറ്റെടുത്താ ഒപ്പം എടുക്കണം. അപ്പൊ ഞാൻ 3 എടുത്തു. അത് അറിയപ്പെടാ 6 ഉണ്ട്, 13 ഉണ്ട്, 30 ഉണ്ട്. അതിൽ 30 മാത്രം നമ്മക്കുള്ളല്ലോ, ഞാനല്ല എടുത്ത അമ്മക്കുള്ളല്ലോ. ഇജ്ജെടുത്ത് വെച്ചിട്ട് വേറെ ആൾക്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ, അമ്മക്ക് എടുത്തിട്ടുള്ള കാര്യമാണ്. അതിന്റെ അതല്ല പറഞ്ഞ ഇത്ര ബുദ്ധിമുട്ടുണ്ട് കുട്ടിക്ക്. ഇങ്ങനെ ഒരു കുറിക്കൂടി ഇത്ര പ്രാവശ്യമായിട്ടൊക്കെ കടിച്ചില്ലല്ലോ. അത് 400 ആൾക്കാരുള്ള കുറിയ, 400 ആൾക്കാരുള്ള കുറി ആണ്. ഭാഗ്യം അല്ല, എനിക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടും. കകക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കകക്ക് ഈ 400 കിട്ടുവേനി. പക്ഷെ കിട്ടിയില്ല.
കിട്ടിയില്ല നിങ്ങൾക്ക് ഭാഗ്യമില്ല അത്ര 400 നറുക്കുന്ന 40 എണ്ണ എടുക്കുള്ളൂ. ബാക്കിയുള്ള 360 കൊടുക്കല് 40ാമത്തെ നറുക്കിന്റെ എന്നാ കൊടുക്കുക. ആ മനസ്സിലായി. അതല്ല ഫസ്റ്റത്തെ 400 നറുക്കുന്ന 40 ആദ്യത്തെ 40 വരാന്ന് പറഞ്ഞാൽ തന്നെ കിട്ടൂല. ആകെ 31 ഞങ്ങൾക്ക് 30 കിട്ടിയത് പോയിന്റ്. നിങ്ങൾ അതേപോലെ നറുക്കെടുക്കണേ. നറുക്ക് എങ്ങനായാലും ഇങ്ങനെ 10 നറുക്കില് അല്ല 10ാമത്തിൽ നിങ്ങൾക്ക് അടിച്ചു വിചാരിച്ചോളി അവിടുന്ന്. നിങ്ങൾക്ക് അതിന് ശേഷമുള്ള ഒന്നും അടക്കണ്ടില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങള് ഭാഗ്യക്കേടാണ് നിങ്ങൾ ഫുള്ള് അടക്കണം. അടുത്ത കുറി സായില ഞാൻ വെക്കണ്ടടി കുറി വേണേ കുടിക്കോ. എനിക്ക് ഫ്രീ ആയിട്ട് തന്നാ മതി. ഫസ്റ്റത്തെ നറുക്ക് എനിക്ക് അതരാ. എനിക്കെന്തിനാ പൈസ ഇട്ടിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. ഇതെന്താ പറയുക ഫിനുവിന്റെ കല്യാണമൊക്കെ ആകുമ്പോത്തിന് വേണേ ഈ പൈസ ഇട്ടു. അപ്പൊ ഈ പൈസ ഫിനുവിന്റെ കല്യാണത്തിന് കിട്ടൂല കാക്ക. അപ്പൊ ഉപകാരം 30,000 കൊണ്ട് എന്ത് ചെയ്യാനാ? ഡ്രസ് എടുക്കാ സാധനങ്ങളൊക്കെ വാങ്ങാം. 2.5 കൊല്ലം കഴിഞ്ഞാൽ ഈ പൈസ എന്താ എനിക്കറിയില്ല. അതപ്പൊ എന്തെങ്കിലും കഴിക്കോളൂ. അപ്പൊ ഒരു ലാഭമുണ്ട്. എല്ലാ പ്രാവശ്യവും 1000 വെച്ച് കൊടുക്കണ്ടേ? 30ാമത്തെ നറുക്കിന്റെ അന്ന് ഞാൻ എന്ത് ചെയ്യും? 31,000 അല്ലേ കിട്ടേണ്ടത്? നിങ്ങൾക്കൊരു കുട്ടീനെ പഠിച്ചു തന്നല്ല, കുട്ടിക്ക് എന്തൊക്കെ വാങ്ങാം. 31,000 അല്ലേ എടുക്കേണ്ടത്? ആ 31,000 എടുക്കുമ്പോ എന്ത് ചെയ്യും അറിയാം? നമുക്ക് 30,000 തന്നാ മതി, ബാക്കി 31ാമത്തെ അടവൊക്കെ അടിച്ചോളി അറിയാം. അപ്പൊ എനിക്കതാ പിന്നെ കൊറേ അടക്കണ്ട. അതല്ല ഇപ്പൊ എനിക്ക് അടിച്ചു വിചാരിച്ചോളി. പിന്നെ എല്ലാ ദിവസം 1000 കൊടുക്കണ്ട. ലാസ്റ്റ് കിടക്കുമ്പോ എനിക്ക് ഒറ്റ മാസം എന്റെ ബുദ്ധി ഉണ്ടല്ല, വിമാനല്ല റോക്കറ്റ് ആണ്. റോക്കറ്റ് ഞാൻ ഫസ്റ്റത്തെ ലാസ്റ്റ് കിട്ടിയ പിന്നെ അടക്കണ്ട. എനിക്കിപ്പൊ കിട്ടിയ 30,000 കിട്ടി. എനിക്ക് കിട്ടി. എനിക്കൊരു ബെനിഫിറ്റും ഇല്ല. എനിക്കിപ്പോ പൈസന്റെ ഒരാവശ്യവും ഇല്ല. ഞാൻ അതേ കിട്ടിയാലോ ഞാൻ പറയണേക്ക്. ഇപ്പൊ എനിക്ക് 30,000 ഇപ്പൊ ഒരു 3ാമത്തെ നറുക്ക് എനിക്ക് കിട്ടി വിചാരിച്ചോളി. അപ്പൊ 30,000 എന്റെ കയ്യിലുണ്ടാവും. പിന്നെ അടുത്ത മാസം കാക്ക ഒരു 1000 റുപ്യ എനിക്ക് നീ കടക്കാനോ പറഞ്ഞാല് കാക്ക ചിലപ്പോ ഇപ്പൊ എന്റെ ഇല്ലേ എനിക്ക് കിട്ടി 30 നിങ്ങള് ആകെ പറഞ്ഞ ലാസ്റ്റ് കിട്ടിയ പിന്നെ നമുക്ക് ലാഭമായില്ലേ, അടുത്ത അടവ് അടിക്കണ്ടല്ലോ. എങ്ങാനും 2ാമത്തെ 3ാമത്തെ കിട്ടിയ പിന്നെ അടവിനുള്ള പൈസ ഞാൻ തരൂലെന്ന് ജിന്നോട് ഇപ്പൊ പറഞ്ഞല്ലോ. ഭയങ്കര ഇമോഷണൽ ആയി നിർത്തിക്ക. ഞങ്ങൾക്ക് പൈസ ഇല്ല, അടവിനുള്ള പൈസ ഫാദറിനോട് വാങ്ങിച്ചോ. ഇല്ല ഞാൻ തരില്ല, കൊടുക്കണ്ടല്ലോ, ഞാൻ കൊടുക്കൂല. ഒരാവശ്യമില്ലാണ്ട് പറഞ്ഞത് ഞാൻ തരില്ല. എന്തിനാ പറഞ്ഞേ? എന്തിനാ പറഞ്ഞേ? അന്നെ കളിയാക്കിയ പറ്റില്ല അല്ലേ? ഇപ്പൊ വിറ്റതല്ല, ഓള് ലാസ്റ്റ് പറഞ്ഞതാ 30ാമത്തെ മാസം കിട്ടുമല്ലോ. അപ്പൊ 31ാമത്തെ മാസം നമ്മള് ഈ 31,000 കിട്ടിയാല് 1000 തിരിച്ചു കൊടുക്കും, അവിടെ തന്നെ കൊടുക്കുക. പിറ്റത്തെ മാസം മുതൽ നമ്മൾ അടിക്കുന്നത് അത് ഈ പോത്തെ 31 കിട്ടിയാലും ശരി, 30 കിട്ടിയാലും ശരി, അങ്ങനത്തല്ലേ. പിന്നെ ആകെ ഒരു മാസം എടുക്കണം. എന്റെ ഞാൻ പറയണ മനസ്സിലാവണില്ല. സോറിടാ, ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവണോട് പോയി പറഞ്ഞോളാം. സാലിന് വിളിക്കട്ടെ, ഉമ്മയുടെ പാലത്തിലോട്ടുണ്ട്. സാലു പോയിക്കണോ വിളിച്ചോക്കി. അവൻ പോയില്ലെങ്കിലും ഇല്ല നമുക്ക് പോകേണ്ടി വരും. അപ്പൊ എത്ര ഉള്ളു വീഡിയോ? ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളാരും ഗുരു ഇടാണെങ്കിൽ ഇവിടെ കൂടെ തുടങ്ങണോ? ഹലോ, എനിക്കെന്തായാലും ഭാഗ്യം നമ്പർ എടുത്ത് 613 വേറെ ആരെങ്കിലും എടുത്ത് പോയിന്റെ